ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. സിനിമാ ഇൻഡസ്ട്രിയിൽ 50 വർഷം പിന്നിടുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ഈ സുദിനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് എത്തപ്പെടാനായിട്ട് രജനീകാന്തിന് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ തമിഴിലെ വൻ ആക്ഷൻ ത്രില്ലർ വൻ താരനിര ഭാഗമാകുന്ന കൂലി ചിത്രത്തിന്റെ പ്രീ സെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ 100 കോടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തമിഴ് സിനിമയുടെ റെക്കോർഡ് പ്രീ സെയിൽ കളക്ഷനാണ് ഇതോടെ രജനീകാന്തിന്റെ കൂലി നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 46 കോടിയിലധികം പ്രീസെൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഓവർസീസിൽ നിന്ന് 54 കോടിയിലധികം പ്രീസെൽ കളക്ഷൻ നേടിയെടുത്തതോടെയാണ് 100 കോടിയിലധികം വേൾഡ് വൈഡ് പ്രീസെയിലേക്ക് കൂലിക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞത്. 100 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തിയേറ്ററുകളിലെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നതിന് മുന്നേ കൂലി എത്തപ്പെട്ടതോടെ ഒരു സൂപ്പർ താരത്തിന്റെ തമിഴ് താരത്തിന്റെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് പ്രീസെയിലേക്ക് രജനീകാന്തിന് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ലിയോ എന്ന വിജയ് നായകനായി എത്തിയ ലോകേഷിന്റെ തന്നെ സിനിമയുടെ ഫൈനൽ FT പ്രീസെയിൽ മറികടന്നാണ് ഇപ്പോഴത്തെ ലോകേഷിന്റെ പുതിയ സിനിമ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. ലിയോയ്ക്ക് 100 കോടിക്കടുത്തായിരുന്നു ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ. 100 കോടി പിന്നിട്ട് 110 കോടി ലക്ഷ്യമിട്ട് കൂലി എന്ന സിനിമയുടെ പ്രീസെയിൽ മുന്നേറുകയാണ്. ഇനി എല്ലാവരും പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അഭിപ്രായങ്ങളാണ്. അതേസമയം ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഒരുപാട് പേർ ഉറ്റുനോക്കുന്നത് തമിഴ് സിനിമയുടെ ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന FT കളക്ഷൻ വരുന്ന സിനിമയായിട്ട് കൂലിക്ക് മാറാനും കഴിയുമോ എന്നാണ്. വിജയ് ചിത്രം ലിയോ ആണല്ലോ ഒരു തമിഴ് സിനിമയുടെ ആദ്യ ദിവസത്തെ റെക്കോർഡ് FT കളക്ഷൻ നേടിയെടുത്ത സിനിമ. 148 കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 145 കോടിയാണ് സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷൻ. ഈ പറഞ്ഞ 2 കളക്ഷനും കൂലിക്ക് മറികടക്കാൻ കഴിയുമോ എന്ന് ഒരുപാട് പേർ ഉറ്റുനോക്കുന്നുണ്ട്. നിലവിലെ കൂലിയുടെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് ലിയോയുടെ FT കളക്ഷൻ 148 കോടി കൂലിക്ക് മറികടക്കാൻ കഴിയില്ല എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കൂലിയുടെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ലിയോയുടെ പ്രീസെയിൽ അടക്കം മറികടന്ന കൂലിയുടെ ആ ഒരു പവർ എല്ലാം തന്നെ വെച്ച് നോക്കിയാൽ ലിയോയുടെ FT വേൾഡ് വൈഡ് കളക്ഷൻ 148 കോടി നിസ്സാരമായിട്ട് മറികടക്കാമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ബാക്കിയെല്ലാം തന്നെ നാളെ സിനിമയുടെ അഭിപ്രായങ്ങൾ പോലെ ഇരിക്കും. 150 കോടിക്ക് അപ്പുറമുള്ള ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോഴും രജനീകാന്ത് സിനിമയ്ക്ക് നല്ല സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള പ്രതീക്ഷകൾ എന്താണ്? കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അറിയുവാനായിട്ട്.